എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുതിരയും പപ്പായയും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. മുതിര ഞാൻ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് പപ്പായ തോരൊക്കെ ചെത്തി ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. പപ്പായ ഞാൻ തോല് ചെത്തിയതിന് ശേഷം ചോപ്പറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തോരൻ ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ആ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 2-3 ഇല കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചിരുന്നു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി നമുക്കിതിൽ കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയിലൊക്കെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ ചേർക്കാം. ഒന്ന് ഇളക്കി തേങ്ങയും പപ്പായയും കൂടെ ഒന്ന് ഇളക്കി മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പപ്പായൊക്കെ ആവി കിടന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പപ്പായയിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നുവെന്ന് പിന്നെയാണ് ഞാൻ ഇട്ടത്. മുതിരയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് മുതിരയും പപ്പായയും ഒന്നും കൂടെ ഇളക്കി മിക്സാക്കിയിട്ട് കുറച്ച് നേരം കൊണ്ട് അടച്ച് വെച്ച് ആവി വിളിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി ചാനൽ കാണാനാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുതിരയും പപ്പായയും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.